Now it's the time. Last but not the least, before that, ഒരു ചെറിയ ഏരിയ നമുക്ക് കാണാം. കൂടാതെ വിമർശനങ്ങളെ വളരാനുള്ള ഇന്ധനമാക്കി മാറ്റിയ പ്രതിഭയുടെ പേരാണ് പൃഥ്വിരാജ് സുകുമാരൻ. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഒരുപോലെ പ്രതിഭാധാരാളിത്തം കാണിക്കുന്ന മലയാള സിനിമയെ ആഗോള തലത്തിലേക്ക് ഉയർത്തിയ മലയാളത്തിന്റെ തലപ്പൊക്കം. അതെ, നിലപാടുകളുടെ കരുത്തുകൊണ്ട് സ്വന്തം വഴിവെട്ടി തുറന്ന ഒറ്റയാനാണ് പൃഥ്വിരാജ്. വിമർശനങ്ങളുടെ കൂര മുതലേ സ്വന്തം പരിശ്രമം കൊണ്ട് മറികടന്ന ഈ നടൻ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലം കൈവരിച്ചത് സമാനതകളില്ലാത്ത നേട്ടങ്ങൾ. ഇപ്പൊ ഞാൻ എന്റെ കരിയറിൽ എത്തി നിൽക്കുന്ന ഒരു സ്പേസ് ഇന്നിപ്പോ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു തിരക്കഥ ഞാൻ കേൾക്കുകയാണെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് വേറെ ആരുടെയും സഹായം തൽക്കാറുണ്ട്. ഐ ക്യാൻ പുട്ട് ടുഗദർ എ പ്രോജക്റ്റ്. എനിക്ക് തന്നെ അതിനുള്ള ഫണ്ടിങ് കണ്ടെത്താൻ അറിയാം. അതിന്റെ റിലീസ് മെക്കാനിസവും അതിന്റെ റൈറ്റ്സും പാർട്ട്നേഴ്സും എല്ലാം എന്നെ കൊണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലാണ്. എന്താണ് ഇപ്പൊ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങാത്ത നിരന്തര പരിശ്രമശാലിയായ അടങ്ങാത്ത കൗതുകം കൈമുതലാക്കിയ പൃഥ്വിരാജ് സുകുമാരന് വേദിയിലേക്ക് ഹാർദവമായ സ്വാഗതം. സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം പൃഥ്വിരാജ് സുകുമാരൻ. മലയാളത്തിന്റെ അഭിമാനം, മലയാള സിനിമയുടെ നിലവാരം, മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരം. വെൽക്കം ഗ്രൗണ്ട്. ഒരു വലിയ കൈഡ് പോലുണ്ട്. കാണാൻ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? പൃഥ്വിരാജ് സുകുമാരൻ നമ്മുടെ രാജുവേട്ടന് ഈ കൈയ്യടി മതിയോ? കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചേരിയതേ. നമസ്കാരം കൊച്ചി. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഈ ഒരു ഈവനിങ്. അത് തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാകാം. താങ്ക് യു ഓൾ ഫോർ ബീയിങ് ഹിയർ. ഇതൊരു ഹോളിഡേ അല്ല, ഒരു അവധി ദിവസമല്ല, വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഇന്നത്തെ ദിവസം മാത്രമേ ഇതിവിടെ നടത്താൻ സാധിക്കൂ എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ആദ്യം ചോദിച്ചത്, അയ്യോ ഇത് വർക്കിംഗ് ഡേ അല്ലേ, ആളുണ്ടാവോ എന്നാണ്. ആളുണ്ടായി. താങ്ക് യു സോ മച്ച്. നോബഡി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഒരു ഫിലിമാണ്. 2 വർഷങ്ങൾക്ക് മുമ്പോ മറ്റോ ഈ സിനിമ ആദ്യമായിട്ട് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ഞാൻ എത്രത്തോളം ഈ സിനിമയെക്കുറിച്ച് എക്സൈറ്റഡ് ആണോ അതിലൊരു 10 മടങ്ങ് ഞാൻ ആസ് എൻ ആക്ടർ ഈ സിനിമയെക്കുറിച്ച് എക്സൈറ്റഡ് ആണ്. ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഞാൻ എൻജോയ് ചെയ്ത ഒരു കഥാപാത്രമാണ് രാജീവൻ. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തൊരു സെറ്റാണ് നോബഡിയുടേത്. ഇപ്പോൾ സമീർ ഇവിടെ ഉള്ളതുകൊണ്ട് സമീറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഒരുപാട് യങ് പ്രോമിസിങ് റൈറ്റേഴ്സ് ഉള്ള അങ്ങനെ ഒരു വെൽത്തുള്ള ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. എന്നാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഒറിജിനൽ, ദി മോസ്റ്റ് ടാലന്റഡ് സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് ആണ് സമീർ. ആൻഡ് സമീറിനാണ് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത്. രാജീവനെ കുറിച്ച് രാജീവനെ എഴുതിയപ്പോൾ രാജീവനിൽ എൻ്റെ മുഖം കണ്ടതിന്. നിസാം എന്നിവിടെ ഇല്ല. നമ്മൾ ആക്ച്വലി ട്രൈ ചെയ്തു നിസാം എത്തിയിട്ട് ഇത് തുടങ്ങാൻ വേണ്ടി. അതിനാണ് കുറച്ചൊക്കെ ഇത് വൈകിപ്പിച്ചത്. പക്ഷെ നിസാം വളരെ ദൂരമുള്ള സ്ഥലത്ത് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്തുമ്പോൾ 8-8:30 മണിയെങ്കിലും കഴിയുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിസാം ഇല്ലാതെ ഈ പരിപാടി നടത്തേണ്ടി വന്നത്. അഗെയിൻ താങ്ക്സ് ടു നിസാം.